ആറ്റുകാലമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ പച്ചപ്പന്തൽ കെട്ടി അമ്മയെ ഇവിടെ ആവാഹിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബവും ആ കുടുംബത്തിലെ അംഗങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രമുഖനാണ് മധു ആശാൻ. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. കാപ്പുകെട്ടി കുടിയിരുത്തുക, അതുപോലെ തോറ്റമ്പാട്ട് പാടുക, ആ ഒരു നിയോഗം കാലാകാലങ്ങളായി അങ്ങയുടെ കുടുംബത്തിലാണല്ലോ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഭാഗ്യത്തെ കാണുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ ചരിത്രം? ഇത് എൻ്റെ അച്ഛനാണ് പാടിക്കൊണ്ടിരുന്ന ഗോവിന്ദനാശാൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ആറ്റുകാൽ ട്രസ്റ്റ് ബോർഡ് അദ്ദേഹത്തിൻ്റെ മകനായ എന്നെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തും കൊണ്ട് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി 41 ദിവസം വ്രതം എടുത്ത് ക്ഷേത്രത്തിൽ കയറും. ഒന്നാം ഉത്സവത്തിൽ നമ്മൾ ദേവിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പാടി ശ്രീകോവിലിനകത്ത് ഉടവാളി കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 3-ാം ദിവസം ദേവിയുടെ തൃക്കല്യാണമാണ് മാലപ്പുറം പാട്ട്. 7-ാം ഉത്സവം ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 6-ൻ്റെ അന്ന് രാത്രി കൊന്ന് 7-ൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് തോറ്റി 7:30 മണിക്ക് ക്ഷേത്രം തുറക്കും. 9-ൻ്റെ അന്ന് ദേവിയുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ പ്രതിമായ ദേവി പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരടുപ്പിൽ തീയെത്തിയും. 10-ൻ്റെ അന്ന് നമ്മൾ ദേവിയെ പാടി കാപ്പഴിച്ച് കുടികളായി കൊടുങ്ങല്ലൂർ സങ്കല്പിച്ച് അമ്മയങ്ങാക്കും. ഇത്രയും ദിവസം ഈ ഒരു വ്രതം കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ദേവിയുടെ ഒരു അനുഗ്രഹമുണ്ട്. ഇതിപ്പോൾ എത്ര നേരം, രാത്രി എത്ര മണി വരെ പാടും? ഇത് രാവിലെ 7 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണി വരെ കാണും. രാത്രി 1 മണിക്ക് ശേഷം പാടുള്ളൂ. 1 മണിക്ക് പാടി 2:30 മണി 3 മണി 4 മണി ചില വെളുക്കുകളൊക്കെ എല്ലാം ആയിരിക്കും. അതിനിടയിൽ വിശ്രമത്തിന് സമയം കിട്ടുമല്ലേ? അതിനിടയിൽ അല്പസമയം കിട്ടും. ഈ പാടുന്ന സമയത്ത് ജീവിതത്തിൽ മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ദേവിയുടെ ഒരു സാന്നിധ്യം അങ്ങ് പാടിയും പോകുന്നുണ്ട്. ും